നാളെ സെപ്റ്റംബർ 22 നവരാത്രി വ്രതം ആരംഭിക്കുകയാണല്ലോ. ദേവീ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമായ 9 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ ദേവിയെ പൂജിച്ചാൽ ഏറ്റവും നല്ല ഫലം ലഭിക്കും. പ്രപഞ്ചമാതാവായ പരാശക്തിയുടെ ദിവ്യാനുഗ്രഹം കിട്ടാൻ എന്താണ് പാലിക്കേണ്ടത് എന്ന് നോക്കാം. കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ മുതൽ ദശമി വരെയുള്ള പുണ്യദിനങ്ങളാണ് നവരാത്രി ദിനങ്ങൾ. മഹിഷൻ എന്ന അഹങ്കാരിയായ അസുരനെ വധിക്കാൻ ഒരു സ്ത്രീക്കു മാത്രമേ കഴിയൂ എന്നൊരു വരം മറ്റു ദേവന്മാരെ വല്ലാതെ കഷ്ടത്തിലാക്കി. ത്രിമൂർത്തികളുടെ ആഗ്രഹപ്രകാരം എല്ലാ ദേവീദേവന്മാരുടെയും ശക്തികൾ ആവാഹിച്ച് ആദിപരാശക്തി മഹിഷാസുരനെ വധിച്ചു. മഹിഷാസുരമർദ്ദിനിയായി അറിയപ്പെടുന്നു. ദുർഗമൻ എന്ന അസുരനെ വധിക്കാൻ ദുർഗാദേവിയെ അവതരിച്ചതും ഇതേ ദിനത്തിലാണ്. ഇതുകൂടാതെ ഒട്ടനവധി ഐതിഹ്യങ്ങളുമുണ്ട് വിജയദശമിയെപ്പറ്റി. നവരാത്രിയിൽ ത്രിപുരസുന്ദരി രൂപത്തിലാണ് പ്രധാനമായും പൂജിക്കുന്നത്. ദേവിക്ക് അനേകം പേരുകളും അനേകം അംശാവതാരങ്ങളുമുണ്ട്. നവരാത്രിയിൽ ഓരോ ദിവസവും ഓരോ ദേവിമാരെ പൂജിക്കാം. ആദ്യം ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദേവി എന്നിങ്ങനെ ആരാധിക്കാം. ഭയനാശനം, ദുഃഖനാശനം, രോഗനാശനം, ശത്രുനാശനം എന്നിവയാണ് ഫലം. കഠിനമായ വ്രതം എടുക്കുന്നവർ പഴവർഗ്ഗങ്ങൾ മാത്രമേ ഈ ദിവസങ്ങളിൽ കഴിക്കാൻ പാടുള്ളൂ. അല്ലാത്തവർ മത്സ്യമാംസം, പഴകിയ ഭക്ഷണം, പകലുറക്കം തുടങ്ങിയവ ഉപേക്ഷിക്കുക. പരദൂഷണം, ദുർഭാഷണം, മറ്റുള്ളവരെ അപമാനിക്കുക തുടങ്ങിയതൊന്നും പാടില്ല. സാധാരണ വീട്ടമ്മമാർക്ക് ഇത്രയൊക്കെ ചെയ്യാം. അതിനുമേലെ ആരാധിക്കുന്നവർ ഓരോ ദിവസവും 2 വയസ്സ് ക്രമത്തിൽ 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ദേവീഭാവത്തിൽ ഓരോ ദിവസവും പൂജിക്കാവുന്നതാണ്. ലളിതാ സഹസ്രനാമം, അഷ്ടോത്തരം, ദേവി ഭാഗവതം, ദേവി കവചം, ദേവി മഹാത്മ്യം, കീർത്തനങ്ങൾ തുടങ്ങിയ ചൊല്ലാവുന്നതാണ്. വിജയദശമി ദിവസം എഴുത്തിനിരുത്തുന്നതാണ് നല്ലത്. മൂകാംബിക പോലുള്ള ക്ഷേത്രങ്ങളിൽ നാളും മുഹൂർത്തവും ഒന്നും നോക്കാതെ കുട്ടികൾ എഴുത്തിനിരുത്താവുന്നതാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ അത് നല്ല ദിവസവും നല്ല വ്യക്തികളുടെ അനുഗ്രഹത്തിലൂടെ കിട്ടിയാൽ ആണ് പ്രകാശപൂരിതമാവുന്നത്, വിജയപ്രദമാവുന്നത്. നല്ല വാക്കുകളും നല്ല എഴുത്തുകളുമായി പ്രശോഭിക്കാൻ വേണ്ടിയാണ് ഋഷീശ്വരന്മാർ ഇത്തരം ദിവസങ്ങൾ തുടങ്ങിവെച്ചത്. മനസ്സ് വേദനിക്കുമ്പോൾ കാളിമാതാവായും, വിശപ്പ് വരുമ്പോൾ ധാന്യലക്ഷ്മിയായും, പഠിക്കാനും എഴുതാനും തുടങ്ങുമ്പോൾ സരസ്വതി ദേവിയായും നമ്മളിൽ നിറയുന്ന ശക്തി ആദിപരാശക്തി തന്നെയാണ്. വിജയലക്ഷ്മിയും വിദ്യാലക്ഷ്മിയും തുടങ്ങി 8 ലക്ഷ്മിമാരുടെ അനുഗ്രഹം ലഭിക്കാൻ നവരാത്രി വ്രതം ശ്രദ്ധയോടെ എടുക്കുക. പ്രധാനപ്പെട്ട 3 അവസാനത്തെ ദിവസങ്ങൾ: അഷ്ടമി, കഷ്ടങ്ങൾ നീങ്ങാനും ദോഷങ്ങൾ നീങ്ങാനും; നവമി, ആയുധപൂജ, അഭിവൃദ്ധി, ഐശ്വര്യം; ദശമി, വിദ്യ, കർമ്മശുദ്ധി, ബുദ്ധി, വാക്സാമർത്ഥ്യം തുടങ്ങിയവ. എല്ലാവരും അവനവൻകൊണ്ടാവാവുന്നത്ര നല്ലോണം നവരാത്രി വ്രതം എടുക്കുക. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ.